മോനെ മോനെ ചായ കുടിക്കേ. കുടിച്ചോ. അച്ഛൻ ഇന്നലെയും തോമസിനെ കണ്ടു അല്ലേ? അറകൊലയല്ലേ, ആത്മാവ് അലഞ്ഞു കിടക്കുന്നുണ്ടാവും. മനസ്സമാധാനം തരില്ല. പിന്നാലെ കൂടി പ്രതികാരം തീർക്കണ. ആയിക്കോട്ടെ, ചെയ്ത തെറ്റിന് അങ്ങനെയെങ്കിലും ഒരു പരിഹാരമാവട്ടെ. ഈ അച്ഛൻ്റെ ഒരു കാര്യം, 10-25 കൊല്ലം മുമ്പ് എൻകൗണ്ടറിൽ മരിച്ചയാള് ഇപ്പോഴും അച്ഛനെ തിരഞ്ഞ് ആത്മാവായിട്ട് നടക്കുകയല്ലേ? എന്നാ പിന്നെ അന്നുള്ള പോലീസുകാരെ മുഴുവൻ ആത്മാവ് എന്താ തിരയാത്ത? ആർക്കും ആരെയും കൊല്ലാൻ അവകാശമില്ല രാഹുൽ. മരിക്കുമ്പോ തോമസിന് കഷ്ടി നിന്റെ പ്രായമേ ഉണ്ടാവൂ. ഒരു രാജ്യം മുഴുവൻ നന്നാകണമെന്ന് ആഗ്രഹിച്ച പയ്യൻ. കഷ്ടം. എന്നാ പിന്നെ അച്ഛനെന്താ? തിരുവായിക്ക് എതിർവായില്ലാത്ത കാലം ഖാൻസാർ കൽപ്പിച്ചു. അന്നങ്ങനെ ചെയ്തില്ലാച്ച ഒരുപക്ഷേ ഗുഡ് മോർണിംഗ് രാഹുൽ. ഹൗ ഇസ് യുവർ പെൻ നൗ? ഭേദമുണ്ട് ദേവേട്ടാ. ബുക്സ് എല്ലാം കിട്ടിയോ ദേവേട്ടാ? പിന്നെ അതില്ലാണ്ട് നീ എന്നെ ഈ വീട്ടിൽ കയറ്റുമോ? രാഘവൻ പോലീസിന്റെ കൈപ്പടയില് സുലൈമാനെ ഉണ്ടെങ്കിൽ ഒന്ന് ആവാം. ദേവനിരിക്കെ കട്ടൻ തണുത്തിട്ടുണ്ടാവും. ഞാൻ ചൂടാക്കി ഇപ്പൊ കൊണ്ടുവരാം. സർവീസിലുണ്ടായിരുന്ന കാലത്ത് തൻ്റെ അച്ഛനൊന്ന് കണ്ണൂരിന്റെ ട്രൗസറും വിളിയിരുന്ന ഞാനാ ഇപ്പൊ പുള്ളിയോട് ആജ്ഞാപിക്കുന്നു. പാവം, കാലം വല്ലാത്തൊരു കോമാളിയാ ഇല്ല രാഹുൽ? അച്ഛൻ വല്ലാണ്ട് മാറിയിരിക്കുന്നു ദേവേട്ട. നക്സൽ തോമസ് ഓരോ അച്ഛനെ ഒരുപാട് ഹോൾഡ് ചെയ്തു. അമ്മയുടെ മരണവും എൻ്റെ ഈ കിടപ്പുമല്ല അയാളുടെ ശാപം കാരണമെന്നാ അച്ഛൻ വിശ്വസിക്കുന്നത്. അച്ഛനെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കൗൺസിൽ ചെയ്യിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഉറക്കവും തീരെ കുറവാണ്. വാർദ്ധക്യം ജീവിതത്തിന്റെ കണക്കെടുപ്പ് കാലമാണോ? അതിൽ താൻ ബേജാറാകുമൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ചിന്തകളുമായി വിട്ടയ്ക്കുക. താൻ ഈ കട്ടിലേന്ന് എഴുന്നേറ്റാ തീരാവുന്നതേ ഉള്ളൂ രാഘവൻ പോലീസിന്റെ പ്രശ്നങ്ങൾ. അതിനാ താൻ ആദ്യം ശ്രമിക്കേണ്ടത്. താനെന്താ ചിരിച്ചു കളഞ്ഞത്? ഈ ഇന്ത്യ രാജ്യം മുഴുവനുള്ള ഡോക്ടർമാരും വൈദ്യന്മാരും പഠിച്ച പണി 18 പയറ്റിയിട്ടും എഴുന്നേൽക്കാത്ത ഞാനാണോ ഇനി എഴുന്നേൽക്കാൻ പോകുന്നത്? ഇതൊരു ഗോൺ കേസാണ്. നമ്മുടെ കോടതികളിൽ ഏതിലെങ്കിലും ഒരു ദയാവധത്തിന് അപ്പീൽ പോയാലൊന്നാ എന്റെ ചിന്ത. എന്താ ദേവേട്ട, നിങ്ങളുടെ ജേർണലിസത്തിൽ അതിന് വല്ല സ്കോപ്പും ഉണ്ടോ? ഞാൻ ഇറങ്ങുന്നു രാഹുൽ. പ്രസ് ക്ലബിലൊന്ന് കയറണം. അപ്പൊ സുലൈമാനി വേണ്ടേ? രാഘവൻ പോലീസ് സ്പെഷ്യൽ വേണ്ടടോ. ആത്മവിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം. അതില്ലാത്തതിന്റെ ഒരു സൽക്കാരവും ദേവന് വേണ്ട. പിന്നെ മാളവികയെ കണ്ടിരുന്നു. അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു നിനക്ക് ആ പഴയ രാഹുലാകാൻ കഴിയുമെന്ന്. എന്താ അവളോടും ദേവതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉദ്ദേശമുണ്ടോ?
സി മിസ്റ്റർ കെ കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സില്ലി മാറ്റർ ഒന്നുമല്ല. എന്റെ സർവീസ് ബുക്കിലെ ബ്ലാക്ക് മാർക്കുകൾ പലതും നമ്മൾ മൂന്നാളും കൂടിയുള്ള സിൻഡിക്കേറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ തൂങ്ങിയ ഞാൻ ഒറ്റയ്ക്കാവൂല. എൻ്റെ ഖാൻ മുഹമ്മദേ, താനൊന്നടങ്ങ്. ഭരണം ഇപ്പോൾ നമ്മുടേതല്ലെങ്കിലും കെക്ക് പാർട്ടിയിലും ജനത്തിനിടയിലും ക്ലീൻ ഇമേജ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും സംശയമില്ലല്ലോ. ആ, തൻ്റെയും എൻ്റെയും ഈ ദുരൈസ്വാമി അദ്ദേഹത്തിൻ്റെയും കഴിഞ്ഞ കാലത്തിൻ്റെ ശവക്കുഴി തോണ്ടാൻ ഒരുത്തനും വരികയില്ല. അഥവാ അങ്ങനെ വല്ലവനും വന്നാൽ സാമം ഭേദം തെണ്ണം. ആദ്യമൊന്ന് വളച്ചു നോക്കും, അല്ലെങ്കിലേ കാശ് കൊടുക്കും. അതിൽ ഒതുങ്ങിയില്ലെങ്കിലേ അങ്ങ് തട്ടും. അത് പുത്തരിയൊന്നും അല്ലല്ലോ നമുക്ക്. ഡോണ്ട് ബി ഫൂളിഷ് കെ കെ. കാശും പതിയും MLA ആയെങ്കിലും താനും ഇപ്പോഴും ആ പഴയ ഒറ്റുകാരൻ കാണാറും തന്നെയാണ്. സുപ്രീം കോടതി വരെ വിറപ്പിച്ച ജസ്റ്റിസ് ദേവേന്ദ്രനാഥ കമ്മീഷൻ ചീഫ്. തന്റെ ഈ ഉമ്മാക്കിയൊന്നും അവിടെ ചെലവാകില്ല. സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇയാളെ ചില്ലറ ശത്രുക്കളൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്. ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി തീരാവുന്ന ഈ പ്രശ്നം ദേവേന്ദ്രനാഥ് കമ്മീഷൻ വരെ എത്തിയത് അവന്മാര് കളിച്ചതുകൊണ്ടാണ്. കാറ്റ് പ്രതികൂലമാണ് കേക്കെ. അത് അറിഞ്ഞ് തുഴയെറിഞ്ഞില്ലെങ്കിലേ വഞ്ചി മുങ്ങും. ഓ, എൻ്റെ സ്വാമി അദ്ദേഹം സാഹിത്യം പറയാതെ ഈ പണ്ടാരത്തിനൊരു സൊല്യൂഷൻ പറ. മനുഷ്യനുള്ള മനസ്സമാധാനം കൂടി കളയാനായിട്ട്. ദേവേന്ദ്രനാഥ് കമ്മീഷനെ പിരിച്ചുവിട്ട് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി തീർക്കാവുന്ന പ്രശ്നങ്ങളെ എൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നുള്ളൂ എന്ന് ക്യാബിനറ്റ് ഡിസിഷൻ വന്നാൽ നമ്മൾ വിജയിച്ചു. ലോക്കപ്പിലിട്ട് താൻ അടിവയറിന് ചവിട്ടി ഉരുട്ടിയൊക്കെ കൊന്നതിന് വല്ല കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? ക്യാബിനറ്റിൽ ഒരു സബ്മിഷൻ ഞാൻ എന്ത് ന്യായത്തിൻ്റെ പേരിൽ കൊണ്ടുവരും? അല്ലെങ്കിൽ തന്നെ ഉരുട്ടിക്കൊലയും കർഷകാത്മഹത്യയും പീഡനവും ഒക്കെ ആയി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് ഭരണം പിടിച്ചവന്മാര് ഞാൻ ഈ സബ്മിഷനും കൊണ്ട് ചെന്നാലേ എനിക്കിട്ടങ്ങ് ആട്ടും. അതും പോരാഞ്ഞ് CM വരെ പണ്ട് വയനാടൻ കേസിൽ പിടിച്ച് ചളുക്കിയിട്ടുള്ളതല്ലേ. ആരൊതുങ്ങിയാലും ആ മുതുക്കളവൻ ഒതുങ്ങിയല്ല. അതുകൊണ്ട് വേറെ വല്ല പുറംകളികളും ഉണ്ടെങ്കിൽ പറ. ആളും അർത്ഥവും തന്ന് തൻ്റെ കൂടെ ഞാൻ നിൽക്കാം. കേക്കെ, തന്റെ ആളും അർത്ഥമൊന്നും മതിയാകില്ലടോ ഈ യുദ്ധത്തിൽ ജയിക്കാൻ. ഖാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം തൂങ്ങും. അതിനു മുമ്പ് ഇയാൾ ഈ രാജ്യം വിടണം. ഇനിയുള്ള കാലം സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള പണവുമായി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ചേക്കേറണം. ഒരു ആക്സിഡന്റിൽ ഖാൻ കൊല്ലപ്പെട്ടതായി രേഖയുണ്ടാക്കണം. ദാറ്റ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. ആം ഐ റൈറ്റ് മിസ്റ്റർ ഖാൻ? ഓ, എൻ്റെ സ്വാമി അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ചുമ്മാതല്ല ആളുകൾ ഇദ്ദേഹത്തിനെ ചാണക്യനെന്ന് വിളിക്കുന്നത്. എടോ ഖാനെ, താൻ ആ ബോംബെ പാർട്ടിയെ വിളിച്ച് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കാൻ പറ. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ദേവേന്ദ്രൻ കമ്മീഷൻ വന്ന വണ്ടിക്ക് തിരിച്ച് ഇന്ദ്രപ്രസ്ഥം പിടിച്ചോളും. എൻ്റെ സ്വാമി അദ്ദേഹം പറ, ഈ കുരുട്ടു ബുദ്ധിക്ക് എന്നാ ചെലവ് വേണം? മദ്യം വേണോ മധുരാശി വേണോ? പറ സ്വാമി. അമ്മേ, ഇന്നലെ ശരണാലയത്തിൽ കൊണ്ടുവന്ന ഹാൻഡിക്യാപ്റ്റിന് പോണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അയാൾ എങ്ങോട്ട് പോകും? റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ അയാൾക്ക്? ഏയ്, പത്രപരസ്യം കൊടുത്തിട്ട് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിലും ഈ സ്ട്രീറ്റ് ബഗേഴ്സ് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലല്ലോ. അയാളെ പറഞ്ഞു വിട്ടേക്കട്ടെ അമ്മേ. വേണ്ട കുട്ടി, സാഹചര്യങ്ങൾ കൊണ്ട് മനോനില തെറ്റിപ്പോയവരാണ് തെരുവിലെ മിക്ക അന്തേവാസികളും. നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇല്ലച്ചാൽ ഈ ശരണാലയം കൊണ്ട് ആർക്ക് എന്താ നേട്ടം? അയാൾ ചില നേരത്ത് ചെകുത്താനെ പോലെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് തോന്നണില്ല. ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കും. അങ്ങനെ ആരെക്കുറിച്ചും മുൻവിധികൾ പാടില്ല മീര. ഹരി, ആ പുതിയ ആളെ ഇത്രയിടം കൊണ്ടുവരൂ. എനിക്ക് അയാളെ ഒന്ന് കാണണം. ആ, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. മീര അയാളുടെ പ്രസൻസ് പോലും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ശരി,
പൊയ്ക്കോളൂ. ഹരി പൊയ്ക്കോളൂ. ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി. എന്താ പേര്? പേര് പറഞ്ഞില്ല. എന്താ പേര്? ഓർമ്മയില്ലാച്ചാ വേണ്ട. എന്തിനാ വെറുതെ വിശന്നു വലഞ്ഞ് തെരുവിൽ അലയണേ? ശരണാലയത്തിൽ കഴിയാലോ. എന്തേ? വേണ്ട, എനിക്ക് പോണം. നിർബന്ധിക്കണില്ല. പോണോച്ചാ പൊയ്ക്കോളൂ. പിണക്കോ ഇല്ലാച്ചാ പേര് പറയാം. എന്റെ പേര് വിശ്വലക്ഷ്മി തങ്കച്ചിക്ക് അറിയരുതോ? എന്റെ കാലില്ലാണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലേ? എന്റെ പേര് വിഷ്ണു എന്നാ. വിഷ്ണു ശർമ്മ. ആയിരം ഏക്കർ കൃഷിത്തോട്ടവും 500ഓളം പണിയാളന്മാരുമുള്ള രാമകൃഷ്ണ അടികയും കുടുംബവും കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 3-ാം നാളാണ്. പ്രത്യയശാസ്ത്രാനുസരണം അടിക എന്ന ഭൂവുടമ നമ്മുടെ കണ്ണിൽ ബൂർഷയായിരുന്നു. പക്ഷേ അടികയുടെ മണ്ണിൽ ഒരു പുലക്കിടാത്തിക്കും അഭിമാനം വിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരടിയാനും അവന്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടേണ്ടി വന്നിട്ടില്ല. എന്തിന് അതിവിപ്ലവകാരികളെന്ന് മുദ്രകുത്തി പാർട്ടിയിലെ വെള്ളാനകൾ പുച്ഛിച്ചു തള്ളുന്ന നമുക്ക് പോലും ആ നല്ല മനുഷ്യൻ ഒരുപാട് അന്നവും ആശ്രയവും തന്നിട്ടില്ലേ? പത്രങ്ങളായ പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നു രാമകൃഷ്ണ അടിയെയും കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്ത് സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് നക്സലുകൾ കാട് കയറിയെന്ന്. സത്യം ആരറിയുന്നു? സഖാവേ, നമ്മുടെ ജനസമ്മതി ഇല്ലാതാക്കാൻ IG ദൊരസ്വാമിയോ DYSP ഖാൻ മുഹമ്മദോ നക്സലുകളുടെ തലയിൽ മനഃപൂർവ്വം കെട്ടിവെച്ചതാണ് അടിക കുടുംബത്തിന്റെ കൊലപാതകമെന്ന് നമ്മെ പോലെ തന്നെ നാട്ടുകാർക്ക് പലർക്കും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. പിന്നെന്തിന് നാം അതോർത്ത് വേവലാതിപ്പെടണം? വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യാനിറങ്ങിയ നമ്മെ തേടി അപവാദ കഥകൾ ഇനിയും ഉണ്ടാകാം. ബട്ട് വി മസ്റ്റ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഫേറ്റ്. വിധിക്ക് മുമ്പിൽ തളരാത്ത പോരാളികളാണ് നാമെന്ന് പാർട്ടി ക്ലാസുകളിൽ എന്നെ പഠിപ്പിച്ച വിഷ്ണു ശർമ്മയോടാണ് ഞാൻ ഇത് പറയുന്നത്. സഖാവ് വിശ്വലക്ഷ്മിക്ക് തെറ്റി. ബ്രാഹ്മണ്യത്തിന്റെ നൂലാചാരം പൊട്ടിച്ചെറിഞ്ഞപ്പോ പോലും അപവാദങ്ങളെ വിഷ്ണു ശർമ്മ ഭയന്നിട്ടില്ലടോ. അടികയുടെ പൂർണ്ണ ഗർഭിണിയായ മകളുടെ വയറ്റിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ കൊലക്കത്തി വിശ്വലക്ഷ്മി തങ്കച്ചിയുടെ കൈകളിലായിരുന്നുവെന്ന് പത്രങ്ങൾ എഴുതിയപ്പോ ഒരൽപ്പം വേദന തോന്നി. മലബാറിൽ നിന്ന് ആയുധവും പണവുമായി സഖാവ് തോമസ് എത്തുന്നതിന് മുമ്പ് നമ്മെ നോവിച്ചവരുടെ തലയിറക്കുക വേണ്ടത്. 5-8 നാടൻ ബോംബുകളും 5 പേരുള്ളൊരു സംഘവുമായി ഒരു ഗറില്ല വാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണത്. സഖാവ് തോമസ് എത്തുന്നത് വരെ സുരക്ഷിതമായ മറ്റൊരു ഷെൽട്ടർ കണ്ടെത്തി അങ്ങോട്ട് ചേക്കേറുക. കൂടുതൽ പ്ലാൻഡ് ആയിട്ട് മടങ്ങി വന്നൊരു ഓപ്പറേഷന് തയ്യാറെടുക്കുക.
കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു ഒളിച്ചോടൽ അല്ലേ ചന്ദ്രൻ സഖാവേ? പോകുന്നവർക്ക് പോകാം, പക്ഷെ ഞാനില്ല. ചെയ്യാത്ത തെറ്റിന്റെ പാപഭാരവും പേറി വിഷ്ണു ശർമ്മ പോകില്ല. ചാവുന്നതിന് മുമ്പ് IG ദുരൈസ്വാമിയെയോ DYSP ഖാൻ മുഹമ്മദിനെയോ ഞാൻ കൊന്നിരിക്കും. ക്യൂബൻ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച ചേയുടെ മഹത്വമൊന്നും എനിക്ക് കിട്ടില്ലായിരിക്കും. നാം ഒരുമിച്ച് കണ്ട നല്ല നാളുടെ സ്വപ്നങ്ങൾ അവ സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുമായിരിക്കും. പക്ഷേ വിഷ്ണു ശർമ്മ ആർക്കു മുന്നിലും തോൽക്കാൻ തയ്യാറല്ല, കാലത്തിന് മുന്നിൽ പോലും. കൊല്ലാനും ചാവാനും ഇവിടെ ആർക്കും മടിയില്ല വിഷ്ണു. നാം ഒരാൾ ചത്താൽ ഇവിടെ ഒരു അധികൃത സമൂഹം രക്ഷപ്പെടുമോ? ദാ നോക്ക്, മങ്കമ്മയെ പോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാറി മറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ എന്തിനാ വിഷ്ണു നാമൊക്കെ ഈ വിഡ്ഢിവേഷങ്ങൾ കെട്ടിയത്? അവസാനിപ്പിക്കാം എല്ലാം. എന്നിട്ട് മറ്റ് നാടുകളിലെ നക്സൽ സംഘടനകളെ പോലെ ആയുധം വെച്ച് കീഴടങ്ങാം. ലക്ഷ്മിക്കുട്ടി ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാ. വെറുതെ വിപ്ലവം പ്രസംഗിച്ച് കാട് കയറിയിട്ട് നാമൊക്കെ എന്ത് നേടി? ഇപ്പോൾ സറണ്ടർ ചെയ്താൽ സർക്കാർ കേസുകളൊക്കെ തള്ളുമെന്നാണ് കേട്ടത്. എൻ്റെ വിഷ്ണു, മാനവും മര്യാദയ്ക്കും നമുക്ക് നമ്മുടെ വീടുകളിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഈ അട്ടയുടെയും കൊതുകിൻ്റെയും ഒക്കെ കടിയും സഹിച്ച് ആദിവാസി ചോയിയുടെ മരക്കിഴങ്ങും തിന്ന് ഇതെത്ര നാളെന്ന് വെച്ചാ? ഒരു പകൽപ്രാന്തിന് തൻ്റെ പ്രസംഗം കേട്ട് ചാടി പുറപ്പെട്ടതാ ഞാൻ. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത് നീ. വിഷ്ണു, മോഷണവും കൂലിത്തലുമായി നടന്ന നിനക്ക് ഒരു ഒളിത്താവളമായിരുന്നില്ലടാ ഇത്. പൊയ്ക്കോ, വിഷ്ണു, എവിടേക്കാണെന്ന് വെച്ചാ പൊയ്ക്കോ. ശക്തമായ ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറ അതിന്റെ പ്രവർത്തകരാണ്. നിനക്ക് ആ വേഷം ചേരില്ലടാ, പൊയ്ക്കോ. എന്താ സഖാവേ ഇത്? എന്തിനും ഏതിനും സംയമനം പാലിക്കണമെന്ന് പാർട്ടി ക്ലാസുകളിൽ പ്രസംഗിക്കാറുള്ള താങ്കൾ, വേണ്ട, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ചാവാനും കൊല്ലാനും ഞങ്ങളെല്ലാം തന്നോടൊപ്പമുണ്ട്. നാളത്തെ പ്രഭാതം IG ദുരൈസ്വാമി കാണില്ല. എല്ലാം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. എന്താടാ? കൊച്ചമ്മ തേൻ കൊണ്ടവരെ ചൊല്ലിയിരിക്കു തമ്പ്ര. ഇവളാരാ? നിന്റെ കെട്ടിയോളാ? ഇല്ല തമ്പ്ര, അനുശത്തി. എന്താടി നിന്റെ പേര്? മങ്കമ്മ. എന്താടാ നിന്റെയൊക്കെ പേര്? ചോയ്. ചിണ്ടൻ. നിനക്ക് മുയലിനെ കിട്ടൂ? നാളെ മുതല് കുറച്ച് മുയലിറച്ചി കൊണ്ടുപോവാ. അത് പാവം തമ്പ്ര, ഊരൂലൊക്കെയുള്ളതുകൊണ്ട് മുയലിനെ കൊന്നൂട തമ്പ്ര. എവിടെടാ നിന്റെ ഊര്? ഇങ്ങിരുന്ന് കുറച്ച് പടിഞ്ഞാറ്റ് പോകണം തമ്പ്ര. പടിഞ്ഞാട്ട് ഈ നക്സൽ ക്യാമ്പ് ഉള്ളതായി കങ്കാണികൾ പറഞ്ഞു കേട്ടു. അത് നിനക്കറിയാവോ? അത് നമുക്ക് தெரியாது തമ്പ്ര. ഊരിൽ നാങ്ക മട്ടുത്താ ഇருக்கு. ഓ, ഓളെ വിടുങ്ങ തമ്പ്ര, അത് പാവം. ഇവളത്ര പാവമൊന്നുമല്ല. ഇവളെ ഇവിടുത്തെ പുറംപണിക്ക് നിർത്തിക്കും. മാസാമാസം നിനക്ക് റാക്കും പുകയിലയും തരാം. அது முடியாது தம்ப்ரா. ஊர்ல ஓளுக்கு ரொம்ப வேலை இருக்கு. நாங்க போட்டோம் தம்ப்ரா. ജംഗിൾ ബ്യൂട്ടി, കാനന സൗന്ദര്യം. കാനന പെൺപിള്ളരെ നല്ല സുന്ദരികളാ, അല്ലയോടോ? വരട്ടെ, എടുക്കാം. ഇവിടെ എവിടെയോ അവന്മാരുണ്ട്. സൂക്ഷിച്ചോണം.
ആദിവാസി പെൺകുട്ടികളെ കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? പോലീസ് കളിക്കണ ക്വാർട്ടേഴ്സിൽ ഇത് കാടാ. ഒന്നാ ശവം കുഴിച്ചിട്ടുണ്ടോ? മനസ്സിലായോടാ? എന്റെ പെണ്ണിനെ നീ നോവിച്ചു. ഒരു തവണത്തേക്ക് നിനക്ക് ആയുസ് ദാനം തരിക. നേരാ നീ ഏതെങ്കിലും കാട്ടുപെണ്ണിനെ നോക്കിയാ നിന്റെ കണ്ണി ഞങ്ങൾ കുത്തിപ്പിടിക്കും. ആ അമ്മേ, അയാൾ പോയി. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അയാൾ നിന്നില്ല. വിപ്ലവത്തിന്റെ തീച്ചുളയിൽ നാം പെടുത്ത വിഷ്ണു ശർമ്മയെ തടഞ്ഞു നിർത്താൻ കാലത്തിന് പോലും കഴിയില്ല കുട്ടി. തെറ്റെന്റേതാണ്. അവനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയ സഖാവേ, മാപ്പ്. തടവറയിലെ കഠിന ജീവപര്യന്തമോ ആധ്യാത്മീയതയുടെ ഈ പുതിയ വേഷമോ ധരിച്ചപ്പോൾ എന്റെ തലച്ചോറിലെ പഴയ മുഖങ്ങൾ പലതും മാഞ്ഞു പോയിരിക്കുന്നു. നിശബ്ദം ഞാൻ സ്നേഹിച്ച തോമസിന്റെ മുഖം പോലും. അമ്മേ, ഞങ്ങൾ ഒന്നുകൂടി പോയി അന്വേഷിക്കട്ടെ? അയാൾ ചിലപ്പോൾ വന്നെങ്കിലോ? അയാൾ വരില്ല. ആരുടെ ഔദാര്യത്തിന് നിന്നുകൊടുക്കാൻ അയാൾക്കാവില്ല. യുനോ, ഹിസ് എ ഗ്രേറ്റ് മാൻ. ഹരി പൊയ്ക്കുള്ളൂ. ആ പിന്നെ ഇന്ന് സന്ധ്യാപ്രഭാഷണം വേണ്ട. അതിഥികളും. അമ്മയ്ക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഡോക്ടറെ വിളിപ്പിക്കട്ടെ അമ്മേ? ഏയ്, സന്യാസദീക്ഷ ധരിച്ചാൽ പൂർവാശ്രമത്തെക്കുറിച്ചുള്ള ചിന്തകള് പാടില്ലെന്നാ ശാസ്ത്രം. പക്ഷേ പൂർണ്ണമായി അത് സാധിക്കണമെങ്കിൽ ദേഹി ദേഹത്തെ വിട്ട് പറക്കണം. ഇല്ലേച്ചാ ഒരാൾക്കും അതിന് കഴിഞ്ഞൊന്നും വരില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. അമ്മയ്ക്ക് കാര്യമായി എന്തോ പറ്റിയിരിക്കുന്നു. എന്താന്ന് തുറന്നു പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണേൽ ചെയ്യാമായിരുന്നു. ഒന്നുമില്ല കുട്ടി, ഒരുപാട് വായിച്ചു കൂട്ടുന്നതിൻ്റെതാവും. മനസ്സിനെ ജയിക്കാൻ ചിലപ്പോഴൊന്നും പറ്റണില്ല. അത്രേ ഉള്ളൂ. കുറച്ചു നേരം തനിച്ചിരുന്നാൽ അത് മാറിക്കൊള്ളും. കേരളഭൂമി പത്രത്തിൽ ഞാൻ കൊടുത്ത സ്റ്റോറി സ്വന്തം ലേഖകന് കോളത്തിൽ വന്നത് ഞാൻ പറഞ്ഞിട്ട് തന്നെ രാഘവട്ടാ. ഒപ്പോസിഷൻ ടൈഗർ ഷാർക്ക് ജനിസിൽപ്പെട്ട വമ്പന്മാരാണ്. റിസ്ക്കും കോസ്റ്റും സ്വന്തം ലേഖകൻ ഇരുന്നോട്ടെ എന്ന് ചീഫ് എഡിറ്റർ അയ്യങ്കാരും പറഞ്ഞു. അല്ല, രാഘവൻ പോലീസിന് പതിവില്ലാതെന്താ ഈ ന്യൂസിൽ ഇത്ര ഇൻട്രസ്റ്റ്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നേരം വെളുക്കും മുമ്പ് തീ പിടിച്ച മാതിരി അങ്കിൾ എന്നെ കാണാൻ വന്നത്. ന്യൂസ് വായിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ലാംഗ്വേജ് ദേവേട്ടൻ്റെതാണെന്ന്. അതാ ഇങ്ങോട്ട് വെച്ചു പിടിച്ചത്. കറപ്റ്റ് ഓഫീസേഴ്സ് എന്ന ഡിപ്പാർട്ട്മെന്റ് പട്ടം വാങ്ങിയ റിട്ടയർഡ് ഡിവൈഎസ്പി ഖാൻ മുഹമ്മദിന്റെയും IG ദുരൈസ്വാമിയുടെയും സർവീസ് എൻക്വയറി ജസ്റ്റിസ് ദേവേന്ദ്രനാഥ് കമ്മീഷൻ അന്വേഷിക്കുന്നു. അതിലെന്താ അങ്കിളിന് ഇത്ര വേവലാതി? പറയാം. പണ്ട് കക്കയം ക്യാമ്പിൽ നിന്ന് സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിൽ ഞാൻ കുറെ കാലം വയനാടൻ നക്സൽ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ദുരൈസ്വാമി സാറിനെയും ഖാൻ മുഹമ്മദ് സാറിനെയും പരിചയം. യൂണിഫോം ഇട്ട ചെകുത്താന്മാരെന്ന ക്യാമ്പിലെ പോലീസുകാർ അവരെ വിളിച്ചിരുന്നത്. സബോർഡിനേറ്റ്സിനെ പോലും അടിമകളായി കാണാനേ അവറ്റകൾക്ക് പറ്റുമായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് പട്ടാള ഭരണത്തെക്കാളും മോശമായ പോലീസ് രാജവാഴ്ച. നീയും നിന്റെ അണ്ണനും കൂടി നക്സലുകൾക്ക് അരിയിട്ട് വാഴ്ച നടത്തിയാണ് അല്ലൂടി. അതിലൊരുത്തൻ പറഞ്ഞു നിന്നെയൊക്കെ തൊട്ടാൽ അവന് പൊള്ളുവെന്ന്. സത്യം പറഞ്ഞോ? വനത്തിനുള്ളിൽ എവിടെയാവുമാർ താവളം? തമ്പ്ര, സത്യം എനിക്ക് தெரியாது. എന്നെ പോവിടുങ്ക തമ്പ്ര, എന്നെ പോവിടുങ്ക. കള്ളം പറയുന്നോടി മൂദേവി. നീ പറയും, തത്ത പറയുന്ന പോലെ പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഇനി നിന്നെയൊക്കെ നോവിച്ചാൽ എന്നെ ഒലത്തിക്കളയെന്ന് പറയുന്ന മറ്റവന്മാർക്ക് നിന്റെ ശവം ഞാൻ അയച്ചു കൊടുക്കും. ഇങ്ങോട്ട് പോടി. മങ്കമ്മ കൊല്ലപ്പെട്ട രാത്രി ഉൾവനത്തിലെ നക്സൽ താവളങ്ങൾ തേടി ഞങ്ങളുടെ ബറ്റാലിയൻ റൂട്ട് മാർച്ച് ചെയ്തപ്പോൾ നക്സലുകൾ പ്രതികാരബുദ്ധിയോടെ ഞങ്ങളുടെ ക്യാമ്പ് സ്റ്റേഷനിലെത്തി. റാക്ക് ഓടിച്ച് ലക്കുകെട്ട ഖാൻ സാറും PC-മാരായ അബ്ദുവും ബാലനും മാത്രമേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ നക്സലുകളുടെ ആവശ്യവും അതായിരുന്നിരിക്കണം. ഖാൻ സാറിനും അബ്ദുവിനും അപ്രതീക്ഷിത ആക്രമണത്തിൽ മാരകമായ പരിക്കേറ്റു. ആശുപത്രി കിടക്കയിൽ നിന്ന് മരണത്തെപ്പോലും ഭയപ്പെടുത്തിക്കൊണ്ട് ഖാൻ സാർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മുറിവേറ്റ മൃഗം കൂടുതൽ അപകടകാരിയായിരിക്കുമെന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കും വിധമായിരുന്നു അത്. മിസ്റ്റർ ഖാൻ, തനിക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട്. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കൂ.
തൽക്കാലം മറ്റാർക്കെങ്കിലും ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കാൻ ഞാനുണ്ടല്ലോ. നോ സർ, എന്റെ സർവീസിലെ ആദ്യത്തെ അഭിമാനക്ഷതമാണ് എനിക്ക് സംഭവിച്ചത്. വിടില്ല ഒരുത്തനെ ഞാൻ. എനിക്ക് നേരെ കൈപൊക്കിയ ആ പന്നികളെ പച്ചയ്ക്ക് കൊളുത്താതെ പോയാൽ ഞാന് ഖാൻ മുഹമ്മദ് ചത്തു എന്നതിനർത്ഥം. സാർ കക്കയത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിൽ 2 ബറ്റാലിയൻ തടിമിടുക്കുള്ള പിള്ളേരെ എനിക്ക് ഇറക്കിത്താ. 48 മണിക്കൂർ അതിനുള്ളിൽ ഓമാരെ ശവക്കുടിയെ മാതിരിക്കും. വേട്ടപ്പെട്ടികളെ പോലെ ഞങ്ങളുടെ സംഘം കാട് കയറി കൊന്നതെത്ര ചത്തതെത്ര എന്നൊരു കണക്കും ആർക്കും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ദയനീയം, പ്രതികരിക്കാൻ പോലും ത്രാണിയില്ലാത്ത ആദിവാസികളുടെ ഊര് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയതായിരുന്നു. പാതി വെന്തും വേവാതെയുമുള്ള ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ച, ഹോ, മനുഷ്യനെന്ന് പേരുള്ള ഒരു ജീവിക്കും മറക്കാൻ കഴിയാത്തത്ര ഭീകരമായിരുന്നു. അപ്പൊ നക്സലുകളോ? പോലീസ് അറ്റാക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിയ അവർ ഉൾവനങ്ങളിലേക്ക് എവിടെയോ ചേക്കേറി. കൊന്നതത്രയും അർത്ഥപട്ടിണിക്കാരായ സാധുക്കളെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഖാൻ സാറും ദൊരൈസ്വാമി സാറും സർക്കാരിന് പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടവരെല്ലാം നക്സലുകളും അവരുടെ സഹായികളുമാണെന്ന് റിപ്പോർട്ട് അയച്ചു. അപ്പോ സർക്കാർ തലത്തിൽ പുനരന്വേഷണമൊന്നും വന്നില്ലേ? എവിടെ? സത്യം മനസ്സിലാക്കിയെങ്കിലും സർക്കാരിന്റെ പ്രതിച്ഛായ തകരാതിരിക്കാൻ അവരാ ഫയൽ ക്ലോസ് ചെയ്തു. പകരം ഖാൻ സാറിനും ദൊരൈസ്വാമി സാറിനും വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു. നക്സലുകൾ അതിനെതിരെ പ്രതികരിച്ചില്ലേ? ഒരാവേശത്തിന് നാട് നന്നാക്കാൻ തങ്ങളുടെ ജീവിതം പണയം വെച്ചു എന്നല്ലാതെ ആയുധവും അർത്ഥവും ഇല്ലാണ്ട് എങ്ങനെയാ കുട്ടി തീതുപ്പുന്ന തോക്കുകളുമായി നിൽക്കുന്ന ഒരു കൂട്ടം കാട്ടാളന്മാരെ നേരിടാൻ അവർക്ക് കഴിയുക? ആദിവാസി ഊരുകൾ കത്തിയത് കാരണം ഭക്ഷണം തേടി നക്സലുകൾ ഗ്രാമത്തിലിറങ്ങുമെന്ന് കണക്കുകൂട്ടിയ ഖാൻസാർ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ മഫ്റ്റി പോലീസുകാരെയും ചാരന്മാരെയും വിന്യസിച്ചു. എന്നിട്ട് എന്തായി അങ്കിൾ? ഖാൻസാറിന്റെ തന്ത്രം വിലപ്പോയില്ല. എവിടെ നിന്നോ സംഘടിപ്പിച്ച പന്നിപ്പടക്കങ്ങളും കരിമൂർക്കന്റെ വിഷം തേച്ച അമ്പുകളുമായി നക്സലുകൾ ഗറില്ല വാറിന് ഇറങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അവർക്കിരയായി. പേപിടിച്ച ഖാൻസാറും ദൊരൈസ്വാമി സാറും നക്സൽ നേതാക്കളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചു. ആ രാത്രി കൊടും തണുപ്പത്ത് ഖാൻസാറിന്റെ ക്വാർട്ടേഴ്സിൽ അവനെത്തി. അടുത്ത കൂട്ടക്കുരുതിക്കുള്ള കളമൊരുക്കാൻ തയ്യാറായ ആരാച്ചാരെ പോലെ. സാറേ, സാറേ, വാ. ഇരിക്കൂ. വേണ്ട സാർ, നിന്നോളാം. തണുപ്പ് കൂടുതലാണ്. ആ ബ്ലാങ്കറ്റ് റിമൂവ് ചെയ്യൂ. പേടിക്കണ്ട, ഇവിടെ താൻ സേഫാണ്. കണ്ണാരൻ, ഒറ്റുകാരൻ കണ്ണാരൻ. മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ പ്രതിപുരുഷൻ ഇത്രയും നാള് നക്സലേറ്റ് ആയിരുന്നു. ഒരു രാത്രി കൊണ്ട് മാനസാന്തരം. ഗുഡ്, വെരി ഗുഡ്. നിനക്ക് ജീവിക്കാൻ അറിയാം. തോമസിന്റെയും സംഘത്തിന്റെയും തലക്കിട്ട വില അണനയ പൈസ ഇല്ലാതെ നിനക്ക് കിട്ടിയിരിക്കും. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ടല്ലോ കണ്ണാര. ഞാൻ എങ്ങനെ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും? ഇത്രയും നാൾ ഒരു പാത്രത്തിലുണ്ട് ഒരു പായി കിടന്നുറങ്ങിയ നിന്റെ കൂട്ടരെ ചതിക്കാനിറങ്ങിയ നീ ഒരു രാത്രി മാത്രം പരിചയമുള്ള എന്നെ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് തോമസും സംഘവും ചത്തെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വരുന്നവരെ നിന്റെ പണം എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. നീയും. എന്താ, സമ്മതമാണോ? ഇല്ലെങ്കിൽ കണ്ണാന് പോവാം.
ഈ കൂടിക്കാഴ്ച ആരും അറിയില്ല, ആരും. ഇല്ല സാർ, ഇനിയൊരു മടങ്ങിപ്പോക്ക് എനിക്കാവില്ല. നക്സലുകൾ എന്നെ ജീവനോട് ചുടും. സാർ പറയുന്ന എന്തു വ്യവസ്ഥയ്ക്കും എനിക്ക് സമ്മതമാണ്. That's like a good boy. അപ്പൊ എങ്ങനെയാ ഓപ്പറേഷൻ തുടങ്ങേണ്ടത്? എന്തോ നോക്കിയിരിക്കുന്നത്? ചെറുപ്പിക്കാൻ പന്ന കഴിവറ മോനെ, നീ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു കളയാമെന്ന് കരുതിയല്ലേ? കേരളക്കരയിലെ ചെകുവേര. പക്ഷേ ഉശിര് പോരാ. ഈ ഖാൻ മുഹമ്മദിനെ പടച്ചോൻ സൃഷ്ടിച്ചത് കാലനാകാനാണ്. നിനക്കൊരു കാര്യം അറിയാവോ? നിന്നെ ജീവനോട് പിടിച്ച് കോടതിയിൽ കൊടുക്കാനാണ് സർക്കാർ ഓർഡർ. പക്ഷേ ഒരു മരം വെട്ടിയാൽ ആദ്യം അതിന്റെ തായ്വേരറക്കണം. അതാ എന്റെ ഒരു സ്റ്റൈല്. ഈ കാടിനകത്തിട്ട് ഖാൻ മുഹമ്മദ് നിന്നെ ജീവനോട് ചുടും. എന്നിട്ട് നാളത്തെ പത്രങ്ങളിലൊക്കെ നീ എൻകൗണ്ടറിൽ ചത്തതായിട്ട് വാർത്ത വരുത്തും. ഞാനൊരുത്തൻ ചത്താ തീരുന്നല്ലടാ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ശക്തി. അവർ നിങ്ങളുടെ കഴുത്തടക്കും. ഓർത്തോ തോമസ്, ഒരു കണ്ണി മാത്രം. നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. പച്ചയ്ക്ക് വിപ്ലവമെടുത്താൻ ഇറങ്ങിയ തെണ്ടി. ചാവാൻ നേരത്ത് നിനക്ക് തിളപ്പ് കുറയുന്നില്ല അല്ലേ? രാഘവൻ നായരെ, നോക്ക്, ഇത് രാഘവൻ നായര് ഡിപ്പാർട്ട്മെന്റിലെ ഷാർപ്പ് ഷൂട്ടറാണ്. നീ രാജ്യത്ത് വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിയത് അറിഞ്ഞേ ഞാനങ്ങ് കക്കയത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതായി. നായരെ ശരിക്കങ്ങ് ഉന്നം പിടിച്ചോളണം. സീറോ ബ്ലാങ്കില്. നോക്ക്, സാറിനെ ആദ്യം വേദനിപ്പിക്കരുത്. സർ, അത് ഡു വാട്ട് ഐ സേ, ഇഡിയറ്റ്.
കൊല്ലവനെ അങ്ങനെ ദേവേന്ദ്രനാഥ് കമ്മീഷന് മുമ്പാകെ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതയായ വിറ്റ്നസ്സായി രാഘവൻ നായർ എന്ന റിട്ടയർഡ് കോൺസ്റ്റബിൾ പോണമെന്ന് ദേവൻ എന്ന ജേർണലിസ്റ്റിന് പറയാൻ കഴിയും. കാരണം ഒരു കൂട്ട ചെറുപ്പക്കാരുടെ സോഷ്യലിസ്റ്റ് ചിന്തകളിലൂടെ രൂപപ്പെട്ട നിയമലംഘനത്തിന് ഒരു തെറ്റും ചെയ്യാതെ ചുട്ടരിക്കപ്പെട്ട കുറേ നിരാലംബരുടെ ജീവന് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായാലും നീതി ലഭിക്കണം. തിരുത്തുവാൻ കഴിയാത്ത തെറ്റുകൾ ആരൊക്കെ ചെയ്താലും അവരെത്ര ഉന്നതരായാലും ശിക്ഷ അനുഭവിക്കണം. പക്ഷേ രാഘവൻ പോലീസെ, നിങ്ങളതിന് പോണ്ട. പറയുന്നത് സ്വാർത്ഥതയായിരിക്കും. രാഹുലിനും അവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നടക്കുന്ന ഈ കുട്ടിക്കും വേണ്ടി കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമെന്ന് കരുതി മറന്നേക്കുക. ദേവേട്ട, നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കില്ലാന്ന് എനിക്ക് തന്നെ അറിയാം. ഒരൊറ്റയാൻ യുദ്ധത്തിന് അങ്കിൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് അങ്കിളിനെ സഹായിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലേ? അത് കഴിയില്ല കുട്ടി. രാഘവൻ പോലീസിന്റെ ഇന്നലകൾ വെറും കഥകളാണ്, കേൾവിക്കാരൻ അലോസരമുണ്ടാക്കുന്ന കഥകൾ. സോ ഫോർഗെറ്റ് ഇറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങൾ ദേവൻ എന്ന ഭ്രാന്തൻ പത്രക്കാരൻ്റെ അക്ഷരങ്ങളിലൂടെ ലോകമറിഞ്ഞു. ജനരോഷം ഭയന്ന സർക്കാർ ഗതകാലത്തിൻ്റെ അസ്ഥിപഞ്ജരങ്ങൾ പറക്കിക്കൂട്ടുവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവേന്ദ്രനാഥ് എളുപ്പത്തിൽ പ്രശസ്തനാകുവാൻ വെറും ഒരു പത്രക്കാരൻ എഴുതിക്കൂട്ടിയ ജൽപ്പനങ്ങളാണ് നക്സൽ തോമസ് വധത്തിൻ്റെ പിന്നാമ്പുറ കഥകളെന്ന് കൺക്ലൂഷൻ എഴുതി സ്ഥലമിടട്ടെ. എൻ്റെ കരിയർ ഈ ഒരു കഥ കൊണ്ട് അവസാനിച്ചാലും ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല. എന്തിനു വേണ്ടിയാണോ ജരാനര ബാധിച്ച് ആയുസിന്റെ പുസ്തകത്തിലെ അവസാന താളുകൾ എണ്ണുന്ന രാഘവൻ നായർ എന്ന വലിയ തെറ്റിനെ മറയ്ക്കുവാൻ നിന്നെപ്പോലെ സർഗശക്തിയുള്ള ഒരു എഴുത്തുകാരൻ ബലിയാടാകണോ? കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയുമില്ലെന്ന് അനേകം തവണ തെളിയിച്ച ശത്രുക്കൾ എന്റെ ജീവനെടുക്കുമെന്നുള്ള ഭയമാണോ? രാഘവട്ടാ, അത് വേണ്ട കുട്ടി, നിന്റെ കണ്ണുകളിലെ ഭയപ്പാട് ഞാൻ മനസ്സിലാക്കുന്നു. 1000 ആവർത്തി ചത്ത് ജീവിച്ച ഞാൻ ഇനിയും അത്തരത്തിൽ ജീവിക്കണോ? എനിക്ക് വയ്യ ദേവ. ഒരിക്കലും അണയാത്ത അഗ്നിയായി ജീവന് വേണ്ടി യാചിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ നിലവിളികൾ ഒരു വേട്ടമൃഗത്തെ എന്നോണം എന്നെ പിന്തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ ആത്മാക്കൾക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഇനിയും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ
ഈ ലോകമറിയണം. ദൈവം മുമ്പേ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതെത്ര കുറഞ്ഞ അളവിലായാലും ശരി. രാഹുകാലം കഴിയുന്നു. സത്യത്തിന്റെ മുകളിൽ പതിച്ചിരിക്കുന്ന രാഹുവിന്റെ അപകാരകാലവും 10 മണിക്ക് തുടങ്ങുന്ന ദേവേന്ദ്രനാഥ് കമ്മീഷന്റെ സിറ്റിംഗിൽ എനിക്ക് ആ സത്യങ്ങൾ വിളിച്ചു പറയണം. എന്റെ രാഹുലും മാളവികയും പിൻവിളികളാൽ എന്നെ തടയില്ല. നീയും അത് ചെയ്യരുത്. കാരണം സ്നേഹിക്കപ്പെടുന്നവരുടെ പിൻവിളികൾ എന്റെ ആത്മധൈര്യത്തെ ചിലപ്പോൾ കെടുത്തിക്കളയും. വേണ്ട മാളു. പശ്ചാത്താപത്തിന്റെ നെരുപ്പോടുമായി സ്വയം ഒരുക്കി നശിക്കുന്നതിൽ നല്ലത് രാഘവൻ പോലീസിന്റെ ആ വഴിയാണ്. പിൻവിളികൾ വേണ്ട, അദ്ദേഹം പൊയ്ക്കോട്ടെ. നിണമൊഴുകുന്ന വഴിച്ചാലുകൾ ഈ ഊഷിരഭൂമിയിൽ വെട്ടി ഒരു പുത്തൻ വിപ്ലവ സമരാവേശത്തിന് തിരികൊളുത്തുവാൻ വെമ്പൽ കൊള്ളുന്ന നവയൗവനങ്ങളെ. അനന്തതയിൽ എവിടെയോ സത്യത്തിന്റെ മുഖം തേടി യാത്രയാകുന്ന ഈ മനുഷ്യൻ നിങ്ങൾക്കൊരു പാഠമാണ്. കുറഞ്ഞപക്ഷം വാളെടുത്തവൻ വാളാൽ നശിക്കപ്പെടുമ്പോൾ ഒരു സാക്ഷിപത്രമാകാതെ സൂക്ഷിക്കൂ എന്ന മഹത്തായ പാഠം.